നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മീനച്ചാറ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ഞാൻ മത്തി എടുത്തിട്ടുള്ളത്. അപ്പം മത്തി നമ്മൾ സാധാരണ മീൻകറിയൊക്കെ വെക്കുമ്പോൾ എടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം എടുക്കുക. ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് വരഞ്ഞും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് അതിലേക്ക് പിടിച്ചിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം തോരാനായിട്ട് വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം മുളക് പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഇത് എണ്ണയിൽ വറുത്ത് കോരും മുമ്പ് കുറച്ച് നേരം നമുക്ക് വെള്ളം വാർന്ന് വരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇത് വറുത്ത് കോരാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം നല്ലെണ്ണ എടുക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത്. കുറച്ച് നാൾ നമുക്ക് ചീത്തയാവാതൊക്കെ ഈ അച്ചാർ ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മീൻ അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണം. നമുക്ക് ഒത്തിരി അങ്ങ് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കേണ്ട, എന്നാലും ഇച്ചിരി ഒന്ന് കട്ടിയായിട്ടിരിക്കുന്നതാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ പരുവത്തിൽ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കണം. ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് മീൻ തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്കിനി ഇത് കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കൂടെ ചേർത്തെടുക്കാം. ഇത് വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ എടുത്ത എണ്ണയിലേക്ക് തന്നെ ഞാനിവിടെ 1 സ്പൂൺ ഇഞ്ചിയും 1 സ്പൂൺ വെളുത്തുള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട്. ചിലർ ഇതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് വേറെ എണ്ണ ഒഴിച്ചിട്ടാണ്. അപ്പം അതിലും നല്ലത് നമ്മൾ ഈ മീൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഇത് മൂപ്പിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റും മണവും ഒക്കെ ഇതിനുണ്ടാവും. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോഴേക്ക് ഇതിനുള്ളിലേക്ക് നമുക്ക് ബാക്കി പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഒരല്പം കായവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെയും എരിവിനും പിന്നെ നമുക്കൊന്ന് ആ ഒരു മസാല പൊതിഞ്ഞിരിക്കുന്നതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേ ദിവസത്തേക്ക് യൂസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഇതിനകത്തിലേക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. അത് കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ മീനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഈ മസാല പുരട്ടിയെടുക്കാം. പിന്നെ പെട്ടെന്ന് നമുക്ക് ചിലവാകാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം വീട്ടിലൊക്കെ പെട്ടെന്ന് ഇത് ഇഷ്ടമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, മുതിർന്നവരാണെങ്കിലും ഇത് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് തീർക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചിലർ ഇതിനുള്ളിലേക്ക് അല്പം പുളിയുടെ വെള്ളം ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഒത്തിരി ദിവസം ഇരിക്കില്ല, പെട്ടെന്ന് തീർക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു കറി പോലോ അല്ലെങ്കിൽ കറി ഇല്ലാത്ത ദിവസമൊക്കെ വേണമെങ്കിൽ നമുക്ക് ആ ഒരു മീൻകറിയുടെ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓരോരുത്തർ തയ്യാറാക്കുമ്പോൾ അതിനകത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും ഇങ്ങനെ. അപ്പം പാടാണെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ തയ്യാറാക്കാൻ അറിയില്ല എന്ന് കരുതിയിട്ടോ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.